بسم الله الرحمن الرحيم إن الذين كفروا ويصدون عن سبيل الله والمسجد الحرام الذي جعلناه للناس سواء العاكف فيه والباد ومن يرد فيه بإلحاد بظلم نذقه من عذاب أليم. സത്യത്തെ തള്ളിപ്പറയുകയും അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുകയും ചെയ്തവർ ശിക്ഷാർഹരാണ്. നാം സർവ്വജനത്തിനുമായി നിർമ്മിച്ചുവെച്ചതും തദ്ദേശീയർക്കും പരദേശികൾക്കും തുല്യാവകാശമുള്ളതുമായ മസ്ജിദുൽ ഹറാമിലേക്കുള്ള പ്രവേശനത്തിന് വിലക്കേർപ്പെടുത്തിയവരും ശിക്ഷാർഹർ തന്നെ. അവിടെ വെച്ച് അന്യായമായി അധർമ്മം കാട്ടാൻ ഉദ്ദേശിക്കുന്നവരെ നാം വേദനയുറ്റ ശിക്ഷ ആസ്വദിപ്പിക്കുക തന്നെ ചെയ്യും. وَإِذْ بَوَّأْنَا لِإِبْرَاهِيمَ مَكَانَ الْبَيْتِ أَلَّا تُشْرِكْ بِي شَيْئًا وَطَهِّرْ بَيْتِيَ لِلطَّائِفِينَ وَالْقَائِمِينَ وَالرُّكَّعِ السُّجُودِ. ഇബ്രാഹീമിന് നാം കഅബ മന്ദിരത്തിന്റെ സ്ഥാനം നിർണയിച്ചു കൊടുത്ത സന്ദർഭം. ഒന്നിനെയും എന്റെ പങ്കാളിയാക്കരുതെന്ന് നാം നിർദ്ദേശിച്ചു. ത്വവാഫ് ചെയ്യുന്നവർക്കും നിന്ന് നമസ്കരിക്കുന്നവർക്കും റുകൂഅ് ചെയ്യുന്നവർക്കും സുജൂദ് ചെയ്യുന്നവർക്കും വേണ്ടി എന്റെ ആ മന്ദിരം ശുദ്ധമാക്കി വെക്കണമെന്ന്. وَأَذِّن فِي النَّاسِ بِالْحَجِّ يَأْتُوكَ رِجَالًا وَعَلَى كُلِّ ضَامِرٍ يَأْتِينَ مِنْ كُلِّ فَجٍّ عَمِيقٍ. ഹജ്ജിനായി നീ ജനങ്ങൾക്കിടയിൽ പൊതുവിളംബരം നടത്തുക. ദൂരദിക്കുകളിൽ നിന്നുപോലും ആളുകൾ കാൽനടയായും മെലിഞ്ഞ ഒട്ടകങ്ങളുടെ പുറത്തും നിന്റെ അടുത്തു വന്നെത്തും.